ഹലോ ഗായ്സ്, അപ്പം നമുക്ക് നല്ല ടേസ്റ്റിയായ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും കൂടിയും ചെയ്തിടുക. അപ്പോൾ നല്ല സോഫ്റ്റായ ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ പുഴുക്കലരിയും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ ഒരു 4-5 മണിക്കൂർ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തരി പോലൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. എന്നിട്ട് അതൊരു പാത്രത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2-3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളവും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ആ സമയം കൊണ്ട് 1 ടേബിൾ സ്പൂണ് അവലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 ഏലക്കായും ചെറിയ ജീരകം പിന്നെ പൊടിക്കാൻ ഇത്തിരി പഞ്ചസാരയും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെക്കണം. അപ്പോഴത്തേന് ശർക്കര ഇവിടെ നന്നായി മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് ചൂട്ടോടുകൂടി തന്നെ നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അപ്പം തന്നെ നന്നായി ഒന്ന് മിക്സും കൂടിയും ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കണ അവലുണ്ടല്ലോ, അതിൻ്റെ മിക്സ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 4-5 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം ഈ ഒരു പഴം എടുത്തിട്ട് അതൊന്ന് അടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നെയ്യിൽ നാളികേരക്കൊത്തും എള്ളും കൂടിയും വറുത്തിട്ട് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സും കൂടിയും ചെയ്യുന്നുണ്ട്. പിന്നെ 1 നുള്ള് സോഡാപ്പൊടിയും കൂടി നമുക്ക് ആ സമയത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഉണ്ണിയപ്പം ചട്ടി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടി മിക്സ് ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് അത് ചൂടാകുമ്പോൾ നമുക്ക് ഓരോ കുഴിയിലായിട്ട് നമ്മുടെ മാവ് കുറച്ചീശെ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാ കുഴിയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് വേവണനുസരിച്ച് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വെന്തത് കുറച്ചീശെ നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട്, കോരിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ പിന്നെയും അടുത്ത ട്രിപ്പ് പിന്നെയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാതും നമ്മൾ പൊരിച്ച് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയായ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പീന് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ.